ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ചങ്കൊന്നു പഠിച്ചപ്പോ എന്നെ സമാധാനിപ്പിച്ചില്ലേ? അത് മതി. മതി രണ്ടുപേരും കരഞ്ഞത്. ഓള് പഠിക്കുകയാണോ? അങ്കിള്, ഈ ടൈഗറിന്റെ കുഞ്ഞിനെ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നേ? ഈശ്വര, പെട്ടല്ലോ. വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ കുഞ്ഞു പഠിക്കുന്ന സ്ഥലത്തേക്ക് എഴുന്നള്ളാൻ? അങ്കിള്, അങ്കിള് എന്താ ആലോചിക്കുന്നേ? ഈ ടൈഗറിന്റെ കുഞ്ഞിനെ എന്താ വിളിക്കുന്നത്? അത് മോളെ, നമ്മൾ ഈ ടൈഗറിന്റെ കുഞ്ഞ് അടുത്തേക്ക് വരണമെങ്കിൽ ഇങ്ങനെ വിളിക്കണം, എന്നാലേ അടുത്തേക്ക് വരൂ. അയ്യേ, ഈ അങ്കിളിന് ഒന്നും അറിയില്ല. അങ്കിളെ, ഈ ടൈഗറിന്റെ കുഞ്ഞിനെ എന്ത് വിളിക്കുന്നാ ചോദിച്ചത്? ഓ അതാണോ? ചൈൽഡ് ടൈഗർ. കുട്ടിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നേ? ചൈൽഡ്. അപ്പൊ ടൈഗറിന്റെ കുട്ടി ചൈൽഡ് ടൈഗർ, സ്മോൾ ടൈഗർ എന്ന് വേണമെങ്കിലും പറയാം. വന്ദനമേ, ഈ ജയനങ്ങള് പറഞ്ഞ കേട്ടില്ലേ? എന്താ വന്ദനമേ? വന്ദനം എന്തിനാ കരയുന്നേ? വന്ദനമേ, ആ മുത്തശ്ശി വരക്ക് പറഞ്ഞോ? എന്താ വന്ദനെ, എന്താ പറ്റിയത്? ഞാൻ കൊടുത്ത പാല് ഗ്ലാസ് അച്ഛൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. ഒരു തെറ്റും ചെയ്യാതെ എന്നോട് അങ്ങനെ പെരുമാറിയത്. മുഖത്തൊരു തല്ല് തന്നിരുന്നെങ്കിൽ ഞാനത് സഹിക്കുമായിരുന്നു. ഇത് സഹിക്കാവുന്നതിന് അപ്പുറമായി പോയി. വന്ദനെ, ഞാൻ അച്ഛനെ ന്യായീകരിക്കുകയാണെന്ന് കരുതരുത്. അച്ഛന്റെ പേരിലുള്ളൊരു കേസ് നാളെയാ വിധി പറയുന്നത്. അതിന്റെ ആലോചനയിലും ടെൻഷനിലേക്ക് ആവോ അച്ഛൻ? അതായിരിക്കും. എന്നാലും വന്ദനെ, സത്യത്തിൽ ആ കേസിൽ അച്ഛൻ നിരപരാധിയാ. സ്വന്തം പാർട്ടിയിലുള്ള ചിലരും എതിർ പാർട്ടിക്കാരും ചേർന്ന് ഈ കേസിൽ അച്ഛനെ കുടുക്കിയതാ. എന്നാലും ഈ കേസിൽ അച്ഛൻ ജയിക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. സ്വന്തം പിതാവ് ജയിൽവാസം അനുഭവിക്കുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല. ഒരു മകനും അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നാളത്തെ വിധി അച്ഛന് ജയിൽ ശിക്ഷ നൽകിയാൽ പിന്നെ കരുണാകരക്കുറിപ്പില്ല. ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്തൊന്നും ആ മനുഷ്യനില്ല. വന്നെനിക്കറിയാലോ, എന്റെ മുന്നിൽ ചാടിക്കടിക്കാൻ നിൽക്കുമ്പോഴും ആ കണ്ണുകളിൽ എന്നോടുള്ള വാത്സല്യത്തിന്റെ നനവ് കാണും. ഒരു ദിവസം ഒരിക്കലെങ്കിലും അച്ഛൻ എന്നെ ഒന്ന് കാണണം. അതിനാ പലപ്പോഴും തല്ലാനും ശകാരിക്കാനൊക്കെ വേണ്ടി എന്നെ തേടി വരുന്നത്. ജഗനങ്ങള് കരയുന്നു. ജഗ, സോറി.
ഞാൻ പറഞ്ഞതൊക്കെ മറന്നേക്ക്. ആ, അച്ഛന് ഞാൻ വേറെ പാല് കൊണ്ടു കൊടുക്കാം. ആ, വേണ്ട. വന്ദന ഇത് പറഞ്ഞില്ലേ, അത് തന്നെ ധാരാളം. എന്റെ ചങ്കൊന്ന് പഠിച്ചപ്പോ എന്നെ സമാധാനിപ്പിച്ചില്ലേ, അത് മതി. മതി രണ്ടുപേരും കരഞ്ഞത്. ഇന്ന് രണ്ടുപേർക്കും ദിയമാള വക ഐസ്ക്രീം. വാ നമുക്ക് പുറത്തേക്ക് പോവാം. അമ്പടി കള്ളി, അതിനിടയിൽ ഒരു ഐസ്ക്രീം അങ്ങ് ഒപ്പിച്ചെടുത്തല്ലേ. പ്ലീസ് അങ്കിൾ, ഒരു ഐസ്ക്രീം മേടിച്ചാ. എന്നാ വാ, നമുക്കേ പുറത്തു പോയി കഴിക്കാം. വാ വന്ദനെ, വാ. എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആളിപ്പോ സൈലന്റ് ആയി പോയല്ലോ. എന്താ തണുപ്പ് ഉള്ളിലെ പ്രണയത്തെ മരവിപ്പിച്ചോ? ചന്ദ്രു, ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കാര്യങ്ങൾക്ക് ഭാഷയില്ലടോ. അത് കാണാനോ കേൾക്കാനോ കഴിയാത്ത ഒരനുഭൂതിയാ. കവിത എഴുതാനുള്ള പുറപ്പാടിലാണോ? അറിഞ്ഞില്ല. നീ കളിയാക്കുകയൊന്നും വേണ്ട ചന്ദ്രു. പ്രണയം അനുഭൂതിയായി ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോഴാ ഏതൊരാളും കവിയും കഥാകൃത്തും ഒക്കെ ആകുന്നത്. ഞാൻ നിന്നെ ഓർത്ത് എത്രയെത്ര കവിതകൾ കുറിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഓവോ, എന്നിട്ട് ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. മോഹിച്ചയാളെ നിഴലുപോലെ കൂടെ കിട്ടുമ്പോ കവിതയ്ക്ക് എന്ത് പ്രസക്തി? ചന്ദ്രു, ദേ നീ ആ ചന്ദ്രനെ കണ്ടോ? ആ ചന്ദ്രൻ നിലാവ് പൊഴിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്നല്ലേ? അല്ല, പിന്നെ ആ ചന്ദ്രൻ മാധവചന്ദ്രികമാരെ കണ്ണു വെക്കാതിരിക്കാൻ നമുക്ക് കണ്ണിൽ പെടാതെ നടക്കാമെന്ന് പറഞ്ഞതാ. ചന്ദ്രു, ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയ സമയത്ത് ദേ ഈ വഴിയോരത്ത് നിൽക്കുന്ന എല്ലാ മരങ്ങൾക്കും നിന്റെ പേരറിയാമായിരുന്നു. മാനത്തെ കൊട്ടാരം